ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നോമ്പ് തുറക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് സുർക്ക അതൊക്കെ ഒഴിച്ചിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം. ഇത് കൂടുതൽ നേരം വെക്കണമെന്നില്ല, അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. മസാലയിൽ ഇടാനുള്ളതല്ലേ, അപ്പോൾ ചിക്കനൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കട്ടെ. നല്ലോണം മൊരിയണതിൻ്റെ മുന്നേ തന്നെ അത് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പൊക്കവട ഉണ്ടാക്കാണ്ട് അത് ആ എണ്ണയിൽ തന്നെ ഞാൻ പൊക്കവട ഉണ്ടാക്കിയെടുക്കുകയാണ്. ലാസ്റ്റ് ട്രിപ്പ് പൊക്കവടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതായി വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചെടുക്കാം. അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊക്കവട കോരി എടുത്തിട്ട് എണ്ണയിൽ നിന്ന് കുറച്ചുകൊണ്ട് കോരിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കണം. ഇതിലേക്കുള്ള ഉള്ളി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുക. എന്നിട്ട് ഒന്ന് വാടിയതിൻ്റെ ശേഷം വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതുപോലെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മുടെ മസാലയ്ക്ക്. പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ചോറ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2.5 കപ്പ് അരിയുടെ ബിരിയാണി ആട്ടം ഉണ്ടാക്കുന്നത്, അതായത് 3/4 കിലോൻ്റെയും താഴെ കേട്ടോ. ഇനി ആ ഡാൽഡ ചൂടായി വരുമ്പോൾ അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിച്ച് കോരിയെടുക്കുക. ഇതിലേക്ക് നെയ്ച്ചോറ് വെക്കണ പോലത്തെ ചോറാട്ട വെക്കണത്. ഉള്ളിയും തക്കാളിയും ഇതൊന്നും വഴറ്റൊന്നും ചെയ്യാതെ ഇതിന് ബിരിയാണിക്ക് വേണ്ട സ്പൈസസ് മാത്രം ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് ചിക്കൻ്റെ മസാലയും ചോറും കൂടി ഇടകലർത്തിയിട്ട് ഇങ്ങനെ ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് ഉള്ളി വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി അതൊക്കെ പൊരിച്ച് കോരിയെടുക്കുക. ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബിരിയാണിക്ക് വേണ്ട എല്ലാ സ്പൈസസും ഇല്ലേ, അത് കുറച്ചെടുത്തിട്ട് ആ ഡാൽഡയ്ക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ടിട്ട് ഒന്ന് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഈ അരി ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് വെച്ചാൽ ഉച്ചക്കൊക്കെ വെച്ച ചോറാണെങ്കിൽ അപ്പോൾ വൈകുന്നേരം ആയാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ 2-3 മിനിറ്റ് അരി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. തണുത്ത വെള്ളം ഒഴിക്കരുത്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തിളക്കുമ്പോഴേക്കും അരിയൊക്കെ പൊടിഞ്ഞിട്ട് പോവുള്ളൂ കേട്ടോ. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ പാത്രത്തിൽ വെക്കുമ്പോൾ 5 കപ്പ് വെള്ളമല്ലേ എടുക്കേണ്ടത്.
അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ഒരു കപ്പ് കുറച്ചിട്ട് അങ്ങനെ 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം, അതൊന്ന് വാടി വരട്ടെ. ഇനി ഒരു വിസിൽ വന്നാൽ അപ്പം തന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് ഒരു ചട്ടക എന്തെങ്കിലും വെച്ചിട്ട് വിസിൽ അപ്പം തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട് തുറന്ന് വെക്കണം. എന്നിട്ട് ആ ചോറൊന്നിങ്ങനെ ഇളക്കി വെക്കണം, അല്ലെങ്കിൽ അതിലിരുന്നിട്ട് ചോറ് വേവ് കൂടിയിട്ട് ഇങ്ങനെ കട്ട പിടിക്കുള്ളൂ. തക്കാളിയൊക്കെ നല്ല വാടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇട്ടിട്ട് ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കണം. അതിനുശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ചോറും ചിക്കൻ്റെ മസാല ഇട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ചോറ് നിരത്തി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ അല്ലേ, അതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നെയ്യ് വേണമെങ്കിൽ ഇതിക്കൂടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് ഞാൻ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. നെയ്യ് ഒഴിച്ചില്ല വെച്ചിട്ട് ബിരിയാണിക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല. വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കുക, ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി കുറച്ച് ചിക്കൻ്റെ മസാല ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കുക. ഇത്ര മസാല അതിലേക്ക് ഇട്ട് കൊടുക്കണുള്ളൂ, അതിനുള്ള ചോറല്ലേ ഉള്ളൂ. അപ്പോൾ മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ബാക്കിയുള്ള ചോറ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതൊന്നിങ്ങനെ നിരത്തി കൊടുക്കുകയാണ്. എന്നിട്ടതൊന്ന് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് വെക്കുകയാണ്. ഇതിൽ ഗരം മസാലപ്പൊടിയോ അങ്ങനെ ഒന്നും വേണ്ടട്ടോ, ആ മസാലയിൽ തന്നെ അല്ലാതെ ഉണ്ട്. ഇനി ഇത് ദം ചെയ്തതിന് ശേഷം ഇളക്കുമ്പോൾ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് എത്തിക്കോളും. ഇനി ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ടിട്ട് നെയ്യ് ഒഴിക്കേണ്ടവർക്ക് ഇപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. ഞാൻ എത്ര മസാല എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിൽ കണൽ കോരിയിടുകയാണ്. ഇനി കണൽ കോരിയിട്ടതിന് ശേഷം ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് കുറച്ച് വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കുടുക്കയിൽ വെള്ളമാക്കിയിട്ട് അതാണ് ഇതിൻ്റെ മുകളിൽ വെയിറ്റായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ ബിരിയാണിയൊക്കെ എടുക്കാൻ പോവുകയാണ്. നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ചിക്കൻ ബിരിയാണി നമ്മൾ പല തരത്തിലും വെക്കുമല്ലോ, അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ.
കുക്കറിൽ വെക്കണോണ്ട് തന്നെ ഇത് പെട്ടെന്നായി കിട്ടും ചെയ്യും. നമ്മൾ ചിക്കൻ പൊരിച്ച് മസാലയൊക്കെ റെഡിയാക്കണതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് ചോറും റെഡിയായി കിട്ടും. പിന്നെ ഒന്ന് ദം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേണ്ടല്ലോ, നല്ല ഇതിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മസാല ചോറും കൂടി ഒന്നിങ്ങനെ ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി ബിരിയാണി ആയിട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.